ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. എല്ലാ പത്രങ്ങളും അതീവ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമമാണ്. അദ്ദേഹത്തിന് നേരെ നടന്ന വധശ്രമവും അദ്ദേഹം അതിനുശേഷം വളരെ ധീരതയോടുകൂടി തന്നെ പോരാടുക എന്ന് പറഞ്ഞ ആ രംഗവുമെല്ലാം തന്നെ ചിത്രങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ വാക്കുകളിലാണെങ്കിലും തീർത്തും വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് പത്രങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് ആമഴിഞ്ഞാൻ തോട്ടിൽ കാണാതായ തൊഴിലാളിയെ രണ്ടാം ദിവസവും കണ്ടെത്താനായില്ല എന്ന വാർത്തയാണ്. മൂന്നാമത്തെ സ്ഥാനത്ത് വരുന്നത് യൂറോ കപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പത്രങ്ങളെല്ലാം തന്നെ ഗ്രാഫിക്സ് കൊണ്ടാണെങ്കിലും ചിത്രങ്ങൾ കൊണ്ടാണെങ്കിലും മനോഹരമാക്കാൻ ശ്രമിച്ചൊരു വാർത്ത തന്നെയാണ് യൂറോ കപ്പുമായി ബന്ധപ്പെട്ട വാർത്ത. യൂറോ കപ്പിൽ 4ാം തവണയും സ്പെയിൻ വിജയം നേടിയെന്ന വാർത്തയാണ് മൂന്നാമതായി പ്രാധാന്യത്തോടുകൂടി വരുന്നത്. നാലാമത് എന്ന് പറയുന്നത് പ്രശസ്ത നിർമ്മാതാവായ ആരവ മണി അന്തരിച്ചു എന്ന വാർത്തയാണ് നാലാമതായി ഇടം പിടിച്ചിട്ടുള്ളത്. എന്തായാലും വാർത്തകൾ വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമമാണ്. ആ വാർത്ത എങ്ങനെയാണ് ഓരോ പത്രങ്ങളും നൽകിയിരിക്കുന്നത് എന്നാണ് പരിശോധിക്കുന്നത്. മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ മാധ്യമം കൃത്യമായി തന്നെ എന്താണ് ആ റാലിക്കിടെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 1, 2, 3, 4 അങ്ങനെ എന്തെല്ലാമാണ് ഓരോ ഘട്ടമായുള്ള രംഗങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ പകർത്തിക്കൊണ്ട് മാധ്യമം ആ വാർത്ത നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കൃത്യമായി തന്നെ എന്താണ് സംഭവിച്ചതെന്ന് പോയിന്റ് ഇട്ടുകൊണ്ട് ഓരോ സമയം വ്യക്തമായി പറഞ്ഞുകൊണ്ട് പോയിന്റ് ഇട്ടുകൊണ്ട് കുറിക്കാനായിട്ട് മാധ്യമം ശ്രദ്ധിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ എന്താണ് അപ്പോൾ അവിടെ നടന്നത് എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്ന തരത്തിൽ തന്നെ മാധ്യമം ആ വാർത്ത നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അതേസമയം തന്നെ മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയും പ്രധാന വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത് ട്രംപിന് വെടിയേറ്റ വാർത്ത തന്നെയാണ്. വെടിയേറ്റു തളരാതെ ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഒരു സൈഡ് സ്റ്റോറി ആയിട്ട് അക്രമി ട്രംപിന്റെ പാർട്ടിക്കാരൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വധിച്ച വാർത്തയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഇനി മനോരമയിലേക്ക് വരുമ്പോൾ മനോരമ നൽകിയിരിക്കുന്നത് വധശ്രമം രക്ഷപ്പെട്ടത് തലനാരിഴക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ വാർത്ത നൽകിയിരിക്കുന്നത്. മാത്രമല്ല മനോരമ നൽകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ട്രംപ് മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് പോരാടുക എന്ന് പറയുന്ന ചിത്രമാണ്. അതുപോലെ തന്നെ ആ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ക്യാപ്ഷനും ട്രംപിന്റെ ധീരത കാണിക്കുന്ന ഒരു ക്യാപ്ഷൻ തന്നെ നൽകാനായിട്ട് മനോരമ ശ്രമിച്ചിട്ടുണ്ട്. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദി കൊടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് യോഗത്തിനിടെ ട്രംപിന് വെടിയേറ്റു, ചെവി പൊത്തി നിലത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൗമുദി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി അതേസമയം തന്നെ ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി ട്രംപിന് വെടിയേറ്റു എന്ന് മാത്രമാണ് വലിയൊരു തലക്കെട്ടോട് കൂടി കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം എന്തെല്ലാമാണ് അവിടെ സംഭവിച്ചത് എന്നെല്ലാം കൃത്യമായി തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ദേശാഭിമാനി ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ട്രംപിന് എല്ലാവരും കൂടി സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആ സംഭവ സ്ഥലത്തുനിന്ന് മാറ്റുന്ന ദൃശ്യമാണ് ദേശാഭിമാനി നൽകാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക നൽകിയിരിക്കുന്നത് ഫ്രണ്ട് പേജിൽ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. വധശ്രമം ട്രംപ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ദീപിക നൽകിയിരിക്കുന്ന ചിത്രം എന്ന് പറഞ്ഞത് ട്രംപിന്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അദ്ദേഹം ധീരതയോടെ പറയുന്ന ആ വാക്കുകൾ ആ ഒരു രംഗമാണ് യഥാർത്ഥത്തിൽ ദീപിക ചിത്രമായി നൽകിയിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. അക്രമിയെ വെടിവെച്ചു കൊന്നെല്ലാം തന്നെ ദീപിക കൃത്യമായി തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി ട്രംപിന് വെടിയേറ്റു എന്ന് തന്നെയാണ് പ്രധാന തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ട്രംപ് ആശുപത്രി വിട്ടു എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ട്രംപിനെ ആക്രമിച്ച അക്രമിയെ വെടിവെച്ചു കൊന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ജന്മഭൂമിയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ദിവസമായി കാണാതായ ജോയി എന്ന തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിലിനെ സംബന്ധിച്ച വാർത്തയാണ്. അത് കൃത്യമായി തന്നെ മാധ്യമത്തിൽ ഫ്രണ്ട് പേജിൽ പക്ഷെ താഴെയായിട്ടാണ് മാധ്യമത്തിൽ ആ വാർത്ത നൽകിയിട്ടുള്ളത്. തൊഴിലാളിയെ തോട്ടിൽ കാണാതായ സംഭവം, തിരച്ചിൽ വിഫലം, നാവികസേന എത്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ചിത്രം സ്ക്യൂബ ഡൈവേഴ്സ് എല്ലാം തന്നെ ആ ഒരു തിരച്ചിൽ നടത്തുന്ന ഒരു ചിത്രമാണ് മാധ്യമം നൽകിയിട്ടുള്ളത്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി ജോയി കാണാമറയത്ത് എന്നാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഒരു മാലിന്യത്തിൽ ഒരു സിംബോളിക് ആയിട്ട് ഒരു പ്രതീകമായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. നമ്മളാണ് കാരണക്കാർ എന്ന് കൂടി മാതൃഭൂമി ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടാതെ തന്നെ വളരെ നേരത്തെ ഒരു പരിശ്രമത്തിന് ശേഷം ഉള്ള ഒരു സ്ക്യൂബ ഡൈവറുടെ ഒരു ഫോട്ടോ കൂടി ഉൾപ്പെടുത്താനായിട്ട് മാതൃഭൂമി ശ്രമിച്ചിട്ടുണ്ട്. ഇനി മനോരമയിലേക്ക് വരികയാണെങ്കിൽ 3ാം താൾ ആഴിമഞ്ചാൻ തോട്ടിൽ പ്രതീക്ഷയോടെ തിരച്ചിൽ ജോയി കാണാമറയത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ വാർത്ത നൽകിയിട്ടുള്ളത്. മനോരമയും ആ സ്ക്യൂബ ഡൈവേഴ്സിന്റെ പരിശ്രമം തന്നെയാണ് ചിത്രമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി വളരെ പ്രാധാന്യത്തോടു കൂടി ഈ വാർത്തയെ സമീപിച്ചിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ദുഷ്കരം മഹാദൗത്യം എന്നാണ് ദേശാഭിമാനി തലക്കെട്ട് നൽകിയിരിക്കുന്നത്. വ്യത്യസ്തമായൊരു തലക്കെട്ട് തന്നെയാണ്. അതിനുശേഷം ആ ചിത്രത്തിന് താഴെ, അതായത് ദേശാഭിമാനി നൽകിയിട്ടുള്ള ചിത്രത്തിന് താഴെ ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം ആഴിമഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിക്ക് വേണ്ടി
തുരങ്കത്തിൽ തിരച്ചിലിന് ശേഷം പൊങ്ങിവരുന്ന അഗ്നിരക്ഷാസേന സ്ക്യൂബ ഡൈവിംഗ് ടീം അംഗത്തിന്റെ ദേഹത്ത് ഉടക്കിയ മാലിന്യങ്ങൾ മാറ്റാൻ സഹായിക്കുന്ന സഹപ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോട്ടോയാണ് ക്യാപ്ഷൻ നൽകിയിട്ടുള്ളത്. പക്ഷേ ആ ക്യാപ്ഷന് മുന്നോടി നൽകിയിട്ടുള്ള ഒരു ചെറിയൊരു ഒരു വാക്ക്, ജീവൻ എന്ന് പറയുന്ന ഒരു വാക്ക്, അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ, അതായത് ആ വാർത്തയെ അത്ര കണ്ട് തന്നെ പ്രാധാന്യത്തോടു കൂടി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ദേശാഭിമാനി ശ്രമിച്ചു എന്നുള്ളത്, അതുപോലെ തന്നെ വാർത്തയുടെ ചിത്രങ്ങളും എല്ലാം തന്നെ അത്ര കണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകാനായിട്ട് ദേശാഭിമാനിയുടെ ഒരു ശ്രമം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കേരള കൗമുദിയിലേക്ക് വരികയാണെങ്കിൽ കേരള കൗമുദി 2ാം ദിനവും മാലിന്യത്തിൽ ജീവൻ പണയം വെച്ച് തിരച്ചിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. 1ാം പേജിൽ തന്നെ വാർത്ത നൽകാനായിട്ട് കേരള കൗമുദിയും ശ്രദ്ധിച്ചിട്ടുണ്ട്. കഠിനം രക്ഷാദൗത്യം, ജോയിയെ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള കൗമുദി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി മാത്രമല്ല, ചിത്രം എന്ന് പറയുന്നത് ആ ഒരു സ്ക്യൂബ ഡൈവേഴ്സ് ആ ഒരു പരിശ്രമത്തിനിടെ അവർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു രംഗമാണ് കേരള കൗമുദി പങ്കുവച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി 1ാം പേജിൽ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. 2 ദിവസം പിന്നിട്ടിട്ടും ജോയിയെ കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമി വാർത്ത നൽകിയിരിക്കുന്നത്. മാത്രമല്ല, സ്ക്യൂബ ഡൈവേഴ്സിനെ തന്നെയാണ് എല്ലാവരും, അവരുടെ ഈ പരിശ്രമത്തെ തന്നെയാണ് എല്ലാവരും ചിത്രമായി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ രക്ഷാകരങ്ങൾ അകലെ ജോയി കാണാമറയത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വരുന്നത്. വ്യത്യസ്തമായ ഒരു തലക്കെട്ട് തന്നെയാണ് ദീപികയുടെ ഭാഗത്തു നിന്നും നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഒരു കൂട്ടായ ഒരു പരിശ്രമം ഉൾപ്പെടുന്ന ഒരു ചിത്രമാണ് ദീപിക നൽകാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ജോയിയുടെ ചിത്രം കൂടി ദീപിക നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് യൂറോ കപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിന് അതീവ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത് മലയാള മനോരമയാണെന്ന് കാണാൻ സാധിക്കും. സ്പെയിൻ യൂറോ കപ്പ് ജേതാക്കൾ സ്പാനിഷ് ആരവം എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാള മനോരമ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. ഒരു പേജ് അതിനു വേണ്ടി തന്നെ, 1ാം പേജ്, 2 ഫ്രണ്ട് പേജ് ആണെന്ന് മനോരമയ്ക്കുള്ളത്. അതിൽ 1ാം പേജ് തന്നെ സ്പെയിനിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ സ്പോർട്സിന് വേണ്ടിയിട്ട് മനോരമ മാറ്റിവെച്ചിട്ടുണ്ട്. രസകരമായി തന്നെ വളരെ നല്ലൊരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് മനോരമ വാർത്ത നൽകിയിട്ടുണ്ട്. മാത്രമല്ല, വലത് സൈഡിലായിട്ട് അതിന്റെ പോയിന്റുകൾ എന്തെല്ലാമാണ് സ്പെയിൻ്റെ നേട്ടം എന്ന് പറയുന്നുണ്ട്, എത്രയെല്ലാമാണ് സ്പെയിൻ നേടിയ പോയിന്റ് എന്ന് പറയുന്നുണ്ട്. 4ാം തവണയാണ് അത്, ഏതൊക്കെ വർഷമാണ് സ്പെയിൻ ഇത്തരത്തിൽ ജേതാക്കളായത് അല്ലെങ്കിൽ കപ്പ് നേടിയതെന്നെല്ലാം തന്നെ വിവരിച്ചുകൊണ്ട് കൃത്യമായി തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ വാർത്ത എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ മനോരമ വാർത്ത നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയിൽ ഈ ഒരു യൂറോ കപ്പുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് അത്ര കണ്ട് പ്രാധാന്യം ലഭിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. 1ാം പേജിൽ എന്തായാലും വാർത്ത ഇടം പിടിക്കുന്നില്ല. അതേസമയം തന്നെ സ്പോർട്സ് പേജ് പരിശോധിക്കുമ്പോൾ യൂറോ കപ്പുമായി ബന്ധപ്പെട്ട വാർത്ത സ്പോർട്സ് പേജിലും ഇടം നേടിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. ദീപിക എന്ന് തന്നെയാണെങ്കിലും ആ യൂറോ കപ്പുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് അത്ര കണ്ട് പ്രാധാന്യം നൽകിയിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത ദീപികയിൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ജന്മഭൂമിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ജന്മഭൂമിയിൽ 1ാം പേജിൽ യൂറോ കപ്പുമായി ബന്ധപ്പെട്ട വാർത്ത ഇടം പിടിച്ചിട്ടില്ല എന്ന് തന്നെയാണെങ്കിലും ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമിയിലും യൂറോ കപ്പുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് അത്ര കണ്ട് തന്നെ പ്രാധാന്യം ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്പോർട്സ് പേജിലുമാണെങ്കിലും 1ാം പേജിലാണെങ്കിലും ആ വാർത്ത ഉൾപ്പെടുത്തിയതായി കാണുന്നില്ല. അതേസമയം തന്നെ കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദി പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. 1ാം പേജിൽ തലക്കെട്ട് എന്ന പോലെയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. സ്പാനിഷ് കപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ തലക്കെട്ട് വരുന്നത്. സ്പെയിനിന്റെ 4ാം യൂറോ കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദ വാർത്ത ഏത് പേജിലാണെന്നുള്ള ഒരു ലീഡ് കൂടി കേരള കൗമുദി നൽകിയിട്ടുണ്ട്. അതീവ പ്രാധാന്യത്തോടു കൂടി തന്നെ വാർത്തയെ സമീപിക്കാനായിട്ട് കേരള കൗമുദി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ദേശാഭിമാനിയിലേക്ക് വരാം. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ 1ാം പേജിൽ തന്നെ വാർത്ത ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ 1ാം പേജിൽ താഴെയായിട്ടാണ് ദേശാഭിമാനി വാർത്ത നൽകിയിട്ടുള്ളത്. എന്താണെങ്കിലും ദേശാഭിമാനിയിലും പ്രാധാന്യത്തോടു കൂടി തന്നെ യൂറോ കപ്പ് ഇടം നേടിയിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇനി മാതൃഭൂമിയിലേക്ക് വരാം. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ 1ാം പേജിൽ തന്നെ യൂറോ കപ്പ് വാർത്ത ഇടം നേടിയിട്ടുണ്ട്. എന്നാൽ 1ാം പേജിൽ വലത് സൈഡിൽ മുകളിൽ ഭാഗത്തായിട്ടാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് പ്രശസ്ത നിർമ്മാതാവായ ആരോ മണി അന്തരിച്ചെന്ന വാർത്തയാണ്. അത് പ്രാധാന്യത്തോടു കൂടി തന്നെ ചില പത്രങ്ങളെല്ലാം തന്നെ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ആരോ മണി അന്തരിച്ചു എന്ന വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്താനായിട്ട് മാതൃഭൂമി ശ്രമിച്ചിട്ടുണ്ട്. ഇനി അതേസമയം തന്നെ മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം ആ വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കുന്നില്ല. ആ വാർത്ത ഉൾപേജിലേക്ക് മാഞ്ഞിട്ടുണ്ട് മാധ്യമത്തിലേക്ക് വരുമ്പോൾ. എന്നാൽ ദേശാഭിമാനിയിലാണെങ്കിൽ ദേശാഭിമാനിയിൽ 1ാം പേജിൽ തന്നെ ആരോ മണിയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. ആരോ മണി അന്തരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. പിന്നെ ഏതെല്ലാമാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ, വലിയൊരു സൂപ്പർ ഹിറ്റ് പടങ്ങളുടെ എല്ലാം തന്നെ നിർമ്മാതാവാണ് എന്നുള്ള സവിശേഷത കൂടി അദ്ദേഹം എന്തെല്ലാമാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെന്നെല്ലാം തന്നെ വിവരിക്കുന്നുണ്ട്. കൗമുദിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വിശദാംശങ്ങൾ നൽകിക്കൊണ്ടാണ് കൗമുദി ആ വാർത്തയെ സമീപിച്ചിട്ടുള്ളത്. 1ാം പേജിൽ തന്നെ വാർത്ത ഉൾപ്പെടുത്താനായിട്ട് കൗമുദി ശ്രമിച്ചിട്ടുണ്ട്. സൂപ്പർ ഹിറ്റുകളുടെ നിർമ്മാതാവിന് വിട, ആരോ മണി ഓർമ്മയായി എന്നാണ് കൗമുദി പറയുന്നത്. 1ാം പേജിൽ തന്നെ താഴെയായിട്ടാണ് കൗമുദി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി മനോരമയിലേക്ക് കടന്നു വരാം. മനോരമയിലേക്ക് വരുമ്പോൾ 1ാം പേജിൽ തന്നെ വാർത്ത ഇടം പിടിച്ചിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ആരോ മണി അന്തരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് 1ാം പേജിൽ താഴെയായിട്ട് മനോരമ ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി അതേസമയം തന്നെ ജന്മഭൂമിയിലേക്ക് വരാം. ജന്മഭൂമിയിലും പ്രാധാന്യത്തോടു കൂടി തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. നിർമ്മാതാവായ ആരോ മണി അന്തരിച്ചു എന്ന വാർത്ത പ്രാധാന്യത്തോടു കൂടി തന്നെ 1ാം പേജിൽ താഴെയായിട്ട് നൽകിയിട്ടുണ്ട്.
ഇനി മറ്റ് പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു. പെട്രോൾ പമ്പ് ജീവനക്കാരനെ പോലീസ് ഉദ്യോഗസ്ഥൻ കാർ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ ബോണറ്റിൽ കയറ്റിയിരുത്തി വളരെ അപകടകരമായ രീതിയിൽ കാർ ഓടിച്ചു പോയൊരു രംഗമെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം വളരെയധികം ശ്രദ്ധ നേടിയ ഒരു വാർത്ത തന്നെയായിരുന്നു. ആ വാർത്ത പ്രാധാന്യത്തോടുകൂടി തന്നെ മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ ചില പത്രങ്ങളെല്ലാം തന്നെ ആ വാർത്ത പുറകിലേക്ക് പോയിട്ടുണ്ട്. ജന്മഭൂമി പരിശോധിക്കുകയാണെങ്കിൽ വാർത്ത അത് ഉൾപേജിലേക്കാണ് ജന്മഭൂമി നൽകിയിട്ടുള്ളത്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക ആ വാർത്ത നൽകിയിട്ടുള്ളത് 7-ാം പേജിലാണ്. പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം, പോലീസുകാരൻ പിടിയിലെന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപിക ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഉൾപേജിലേക്ക് ദീപികയിൽ ആ വാർത്ത നീങ്ങി എന്ന് കാണാൻ സാധിക്കും. ഇനി കേരള കൗമുദിയിലേക്ക് വരികയാണെങ്കിൽ കേരള കൗമുദിയിൽ വാർത്ത എന്തു തന്നെയാണെങ്കിലും ഫ്രണ്ട് പേജിൽ കേരള കൗമുദിയിൽ ആ വാർത്ത ഇടം പിടിക്കുന്നില്ല. ഉൾപേജിലേക്ക് വാർത്ത ചുരുങ്ങുന്നതായി കാണാം. ഇനി ദേശാഭിമാനിയിലേക്ക് വരികയാണെങ്കിലും പെട്രോൾ പമ്പ് ജീവനക്കാരനെ പോലീസുകാരൻ അപകടപ്പെടുത്താൻ ശ്രമിച്ച വാർത്ത അത് ഫ്രണ്ട് പേജിലൊന്നും തന്നെ ഇടം പിടിച്ചിട്ടില്ല. അത്ര കണ്ട് പ്രാധാന്യം ദേശാഭിമാനി ആ വാർത്തയ്ക്ക് നൽകിയിട്ടില്ല എന്ന് കാണാം. ഇനി മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ തന്നെ ആ വാർത്ത നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പമ്പ് ജീവനക്കാരനെ ബോണറ്റിൽ തൂക്കി പോലീസുകാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഒരു രംഗം കൂടി, ആ ചിത്രം കൂടി മാതൃഭൂമി ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രകോപനമായത് പെട്രോളിന്റെ പണം ചോദിച്ചതെന്ന് കൂടി മാതൃഭൂമി കൃത്യമായി തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാമാണ് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ.